നമ്മുടെ ദൈവരാജ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. ആ ദൈവരാജ്യത്തിലെ ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ആ ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവെക്കണം എന്നതിനെ കുറിച്ചും, എന്നാൽ ആ ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവെക്കാൻ പറ്റാത്ത പാപാവസ്ഥയെക്കുറിച്ചും, ആ പാപാവസ്ഥയിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു തന്റെ കുരിശുമരണ ഉദ്ധാന മാതീർണത്തിലൂടെ നമ്മൾ ഓരോരുത്തർ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും, ആ രക്ഷ സ്വന്തമാക്കാൻ യേശുക്രിസ്തുവിൽ നാം വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവിടത്തേക്ക് സമർപ്പിച്ചിട്ടുള്ള മാനസാന്തര ജീവിതം നയിക്കണമെന്നും, നിരന്തരം ആ മാനസാന്തരവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ വളരണമെന്നുള്ള കാര്യം നാം കേട്ട് കഴിഞ്ഞതാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഉജ്ജ്വലിപ്പിക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും യേശുവിന്റെ രക്ഷയെ കുറിച്ച് നാം അനുസ്മരിക്കുമ്പോഴും ആ രക്ഷ ഏറ്റുപറയുകയും ചെയ്യുമ്പോഴും, സഭയും വിശുദ്ധ ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഈശോ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകും. പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കണം. അപ്പോൾ ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ സജീവമായ സാന്നിധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോഴാണ് ആ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തില് വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ അമേരിക്കയിലായിരിക്കുമ്പോൾ രാത്രികാലമാണ്, സമയമാണ്. എന്നാൽ ഞാനിവിടെ കേരളത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രഭാതമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തില് ഈശോ പറഞ്ഞല്ലേ, ദൈവമായ കർത്താവ് പറഞ്ഞു വെക്കുകയാണ്, ദൈവത്തിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന്. അപ്പൊ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അവിടെ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം അതാണ്: ഇന്ന് നിങ്ങളോട് വചനം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ എന്നെ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ടിരുത്തുമ്പോൾ ആ പുതിയ സ്നേഹം എന്നിൽ നിറച്ചിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇന്റർനെറ്റ് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. ജോയൽ പ്രവാചന്റെ പുസ്തകം 2-ാമത്തെ 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങളില് അവിടെ വചനം നമ്മൾ വായിക്കുന്നത്: അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പഴയ നിയമ കാലഘട്ടത്തില് നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തിയിലൂടെ ആത്മാവിന്റെ പ്രവർത്തനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പക്ഷേ ഈ പുതിയ നിയമ കാലഘട്ടത്തിലെ പോലെ അല്ല. എല്ലാവരിലെയും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അല്ല നമ്മളവിടെ കാണുന്നത്. ഓരോ വ്യക്തിയിലും ആവശ്യത്തിനനുസരിച്ച്, ഓരോ പ്രവാചകന്മാരിലായിക്കോട്ടെ ഓരോ വ്യക്തികളിലായിക്കോട്ടെ, ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ച് ദൗത്യം നിർവഹിക്കുന്ന ആവശ്യമായ രീതിയിൽ ആത്മാവ് അവരിൽ വന്ന് നിറയുന്നതും തിരികെ പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മള് ഏലിയ പ്രവാചകനിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതും, പിന്നീട് ഏലീശായിൽ പരിശുദ്ധാത്മാവിന് ഇരട്ടി പങ്ക് നിറയുന്നതും, ഇതെല്ലാം കഴിഞ്ഞ് അവരിൽ നിന്ന് മാറിപ്പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ദാവീദിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് കാണുന്നുണ്ട്, സാവോളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു, സാവോളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാർ ഓരോരുത്തരെ എടുത്തു നോക്കുമ്പോഴൊക്കെ ഓരോ പ്രവർത്തനത്തിനായിട്ട് പരിശുദ്ധാത്മാവ് നിറയുകയും തിരികെ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ലാത്ത ഒരു നിറവുണ്ടാകുമെന്ന്, എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടുമെന്ന് ജോയൽ പ്രവാചകനിലൂടെ വലിയൊരു പ്രവചനം ദൈവമായ കർത്താവ് നടത്തുകയാണ്. എന്നിട്ട് നമ്മൾ അത് ആ നിറവ് കാണുന്ന അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പത്രോസ് പറയുകയാണ്: നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചനത്തിന് എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പശ്ചാത്താപത്തോടെ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും എന്ന് പറയുകയാണ്. അവിടെ നമുക്കറിയാം പെന്തക്കോസ്ത് നാളിലാണ് ഇത് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സ്ത്രീകന്മാർ എല്ലാവരും ഒരുമിച്ച് എറിയിട്ട് നിന്ന് ജെറുസലേമിൽ പെന്തക്കോസ്ത് തിരുനാളിന് വന്നിരുന്നവരോട് യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ യേശുവിന്റെ രക്ഷയെ കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവരോടാണ് പത്രോസ് ഇത് പറഞ്ഞു വെക്കുന്നത്. അവരിലൊക്കെ പരിശുദ്ധാത്മാവ് നിറയുന്നതും അവരെല്ലാം പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യപ്പെടുന്നതും നാം കാണുന്നുണ്ട്. അപ്പോൾ ജോയൽ പ്രവാചകനിൽ പറഞ്ഞ ആ വലിയ അഭിഷേകം, എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ നൽകുന്ന ആ അഭിഷേകം അപ്പോസ്തല പ്രവർത്തനത്തിൽ പെന്തക്കോസ്ത് നാളിൽ തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാമോദിസായിലൂടെ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാ, സ്ഥൈര്യലേപനത്തിലൂടെ ആ സ്ഥിരീകരിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യമേ മുതൽ അവസാനത്തെ പുസ്തകമായ വെളിപ്പാടിന്റെ അവസാന നിമിഷം വരെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. രൂപരഹിതവും ശൂന്യവുമായിരുന്ന ആ ഭൂമിയെ ക്രമീകരിക്കുന്ന, ക്രമം വരുത്തുന്ന, രൂപം വരുത്തുന്ന ആ ദൈവത്തിന്റെ ചൈതന്യം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കാണുമ്പോൾ അവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ആത്മാവും മണവാട്ടിയും പറയുന്നു വരുക, കേൾക്കുന്നവൻ പറയട്ടെ വരുക, ദാഹിക്കുന്നവൻ പറയട്ടെ ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. സൗജന്യമായ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് വീണ്ടും നമ്മുടെ വെളിപ്പാടിന്റെ പുസ്തകത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും എത്രമാത്രം ദാഹമുണ്ടോ അത്രമാത്രം ആത്മാവിന്റെ നിറവ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാണ്. ഇവിടെ ഈ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഈശോ നമ്മളോട് പറയുകയാണ്, വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈശോ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ പുതിയ വെർഷനിൽ പറഞ്ഞ ആശ്വാസകൻ എന്നാ പറയുന്നത്. പുതിയൊരു ആശ്വാസകനെ ഞാൻ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന് പറഞ്ഞു. പാപത്തിന്റെയും സാത്താന്റെ അടിമത്തത്തിൽ പോയ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് സ്വയമേവ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അറിയാവുന്ന ദൈവം തന്റെ ഏകപുത്രനെ നമുക്ക് ആശ്വാസത്തിനായിട്ട് അയച്ചു, അല്ലെങ്കിൽ സഹായകനായിട്ട് അയച്ചു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ഓരോരുത്തരെയും സാത്താന്റെയും അതുപോലെ തന്നെ പാപത്തിന്റെയും അടിമത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ദൈവമക്കൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്, സ്വർഗത്തിന്റെ വഴിയിലൂടെ നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുവാൻ വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് വന്നു. യേശു ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് പറയുകയാണ്, ഞാൻ ഈ ലോകത്ത് നിന്ന് പോയാലും ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് നിരന്തരം നടക്കുവാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ ജീവിതം ഏറ്റുപറയുവാൻ, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എത്രമാത്രം ശ്രദ്ധയോടെയാണ് ദൈവമായ കർത്താവ് ഈശോയൊക്കെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത്. നിരന്തരം ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നടന്നു പോകണം, അല്ലെങ്കിൽ നിരന്തരം ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നാം മുന്നോട്ട് പോകണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ മറ്റൊരു സഹായകനായ പരിശുദ്ധാത്മാവിനെ, ദൈവമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്തുകൊണ്ട് നൽകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14:26 ഈശോ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും പറഞ്ഞു വെക്കുകയാണ്, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആവശ്യമായതിനെ കുറിച്ച് മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് ദൈവത്തിന്റെ വഴികളിലൂടെ, സ്വർഗത്തിന്റെ വഴികളിലൂടെ നയിക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തർ വ്യക്തിപരമായ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ എല്ലാ ഈശോ നമ്മളോട് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ അനുസ്മരിപ്പിക്കുന്നത് അതെല്ലാം പരിശുദ്ധാത്മാ. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പെട്ടെന്ന്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2017-18 ഞാൻ ഓർക്കുന്നത്, എന്റെ വീട്ടിൽ അന്ന് ഒരു ചേച്ചി വരുമായിരുന്നു, എന്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരിയായിരുന്നു. അപ്പൊ ആ ചേച്ചി വന്നിട്ട് കുറച്ചൊക്കെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ്. അപ്പൊ അന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിലൊരു പ്രാർത്ഥനാ റൂം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഞാൻ പെട്ടെന്ന് കേട്ടൊരു കാര്യം, ഞാൻ അതുവരെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. ഞാൻ കേൾക്കുന്ന കാര്യം ഇതാണ്, മാമോദിസയെ കുറിച്ച് സഭ പഠിപ്പിക്കാത്ത ഒരു കാര്യം ആ ചേച്ചി എന്റെ ഭാര്യയോട് പങ്കുവെക്കുക ഞാൻ കേട്ടു. ആ സമയത്ത് ഞാൻ എന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ച് ആ ചേച്ചിയോട് ചെന്നിട്ട് പറഞ്ഞു, എന്റെ മനസ്സിലത് തെറ്റാണെന്ന് തോന്നി. അപ്പൊ ഞാൻ എണീറ്റ് ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് ശരിയല്ല, സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി എന്നോട് ഇന്ന ആൾക്കാരെ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് കുറച്ച് തർക്കിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വൈദികരോട് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ എന്റെ അനിമറ്റന്മാരോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജോഷി അച്ഛനോടും അതോടൊപ്പം വേറെ 1-2 വൈദികരും കൂടെ സ്കോളേഴ്സായിട്ട് വൈദികരോട് ഞാൻ ചോദിച്ചു. എന്നിട്ട് ആ ചേച്ചിയോട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനോട് മറുപടി പറഞ്ഞു. അതുകൊണ്ട് അത് തെറ്റാണ് തന്നെയായിരുന്നു. അതിനൊരു 2016 ഞാൻ ഓർക്കുന്ന ഒരു മിഷൻ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് ഒരു ആഴ്ച മുഴുവൻ POCയിൽ നിന്ന് മാമോയിസയെ കുറിച്ച് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഒരാഴ്ച മുഴുവൻ പഠിപ്പിച്ചത് മാമോയിസയെ കുറിച്ചാണ്.
സഭയിലെ തലങ്ങളിൽ വിവിധ തലങ്ങളിലൂടെയുള്ള മാമോദിസയെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വിട്ടുപോയെങ്കിലും ആ കൃത്യസമയത്ത് പരിശുദ്ധാത്മാവ് ആ കാര്യം എന്നെ പെട്ടെന്ന് ഓർപ്പിച്ചു. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഓർപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മളെ സ്വർഗീയ വഴിയിൽ നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാകണം. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ 4-ാമത്തെ വാക്യത്തില് ഈശോ സ്ത്രീകന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഈശോ 14-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തില് ആ വാഗ്ദാനം ചെയ്ത നമ്മളോട് കൂടെ ആയിരിക്കാൻ നമുക്ക് നൽകുന്ന ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം എന്ന് ഈശോ സ്ത്രീകന്മാരെ ഓർപ്പിക്കുന്നു. വീണ്ടും 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2:4 നമ്മളിങ്ങനെ വായിക്കുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പന്തക്കുസ്ത നാളിൽ അവിടെ കൂടുന്ന സകല മനുഷ്യരും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ യേശുവിന്റെ രക്ഷയെ കുറിച്ച് പ്രഘോഷിക്കാവുന്ന രീതിയിൽ ആത്മധൈര്യമുള്ളവരും അതിന് തക്ക വിധത്തിൽ പ്രസംഗിക്കാൻ കഴിയുന്നവരുമാക്കിയിട്ട് ആ സ്ത്രീകന്മാർ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകന്മാർ മാറി എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ അല്ലെങ്കിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പറയാറുള്ള പരിപാടിയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്നേഹത്തിന്റെ ഭാഷ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പരസ്പരം പറയുന്നത് മനസ്സിലാകാതെ പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ ആ സ്നേഹത്തിന്റെ ഭാഷ നമ്മളിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും. നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക്, അത് ചിലപ്പോൾ എന്റെ കുടുംബത്തിൽ എന്റെ ജീവിത പങ്കാളിക്കായിരിക്കാം, എന്റെ മക്കൾക്കായിരിക്കാം, എന്റെ സ്നേഹിതർക്കായിരിക്കാം, എന്റെ കുടുംബത്തിൽ മറ്റുള്ളവർക്കായിരിക്കാം, ഇത് മനസ്സിലാക്കാൻ തുടങ്ങും. അത് വരെ ചിലപ്പോൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ആത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം അതിന്റെ 1-ാമത്തെ 22-ാമത്തെ വാക്യത്തില് പൗലോസ് നമ്മളോട് പറയുന്നു, അവിടെ നിന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. നാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മുടെ ആത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് അഡ്വാൻസ് ആയിട്ട്, അച്ചാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലം മേടിക്കാനായിട്ട് നമ്മൾ അച്ചാരം കൊടുക്കാറുണ്ട്, അഡ്വാൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആത്മാവിനെ നമുക്ക് അച്ചാരമായിട്ട് നൽകിയിരിക്കും, നമ്മളെ സ്വന്തമാക്കണം എന്നുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമ്മളിലേക്ക് ആത്മാവിനെ നൽകിയത് നമ്മളെ സ്വന്തമാക്കാൻ, നമ്മുടെ ആത്മാവിനെ സ്വന്തമാക്കാനായിട്ട്. ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ജോഷേച്ചൻ നടത്തി വരുമ്പോൾ കൂടുതലായിട്ട് നിങ്ങളോട് പറയുമായിരിക്കും. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ 8-ാമത്തെ അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളോട് പറയുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ പിതാവേ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇവിടെ ഞാൻ ഓർക്കുന്നു, ഇത് പറയുമ്പോൾ എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു പേടിയാണ്, പാമ്പിനെ ഭയങ്കര ഭയമായിരുന്നു. പിന്നീട് നവീകരണത്തിലേക്ക് വന്നപ്പോൾ ദൈവമായ കർത്താവ് എടുത്തു മാറ്റിയ ഒരു ഭയം കൂടിയായിരുന്നു ആ പാമ്പിനെയുള്ള പേടി. ഞാൻ ഓർക്കുന്നു, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ വീടിന്റെ പുറകില് മുസ്ലിം സഹോദരങ്ങളെ താമസിക്കുന്നത്, അവിടെ 2-3 പ്രാവശ്യം പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. അതിക്ക് മുന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അതിനെ തല്ലി കൊന്നിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം വായിക്ക പറയാണ്, 2-3 പ്രാവശ്യം വീണ്ടും പാമ്പിനെ കണ്ടു. ആ സമയത്തൊന്നും നിന്നെ വിളിച്ചപ്പോ നീ ഉണ്ടായിരുന്നെങ്കിൽ വന്ന് കൊന്നേനെ എന്ന് പറയുകയാണ്. കൊല്ലാൻ സാധിച്ചില്ല. അപ്പൊ ഞാനും കഴിഞ്ഞ ദിവസം നോക്കി കുറച്ചു നേരം ഒന്ന് പാമ്പിനെ അവിടെ എങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ എന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഭയം അല്ലെങ്കിൽ ആ ഒരു പാമ്പിനോടുള്ള പേടി എന്റെ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. ഇന്നിപ്പോ ഏതൊരു പാമ്പോ എന്നല്ല, അതിപ്പോ എത്ര വലിയ പാമ്പായിരുന്നാലും കൊല്ലാനുള്ള ഒരു ധൈര്യം ദൈവമായ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ പേടി എന്നിൽ നിന്ന് എടുത്തു മാറ്റി. വീണ്ടും തിമോഥെയോസിന്റെ 2-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണം വരുത്താൻ സാധിക്കുന്ന ആത്മാവിനെയാണ്, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ആത്മാവിനെയാണ് നമുക്ക് നൽകിയത്. ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ആത്മനിയന്ത്രണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇടവപ്പള്ളിയില് ഞാൻ കൈക്കാരണം. അപ്പൊ അവിടെ പാരിഷാളിൽ വലിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ 10 മണിക്ക് ശേഷം പാട്ട് അല്ലെങ്കിൽ സൗണ്ട് ഉറക്കനെ വെക്കാൻ പാടില്ലാതാണ്. അപ്പൊ അവിടെ സൗണ്ട് വെച്ചിങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണത്തിന്റെ. അപ്പൊ ഞങ്ങൾ ചെന്ന് അവിടെയുള്ള വീട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അത് ഓഫ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോരാണ്, ഞാൻ എന്റെ കൂടെയുള്ള കൈക്കാരൻ കൂടി. എന്നാൽ ആ സമയത്ത് ആ ചേട്ടന്റെ അനിയൻ വന്നിട്ട് 10:30 നിർത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് കുറെ ഒച്ചയുണ്ടാക്കി വലിയ മൈക്കൊക്കെ എടുത്ത് ഞങ്ങളോട് നിർത്താൻ പറഞ്ഞത്, ഞങ്ങളെ കുറെ എന്തൊക്കെയോ ഉറക്കനെ പിടിച്ച് പറഞ്ഞിട്ടിരിക്കുക.
ഇവിടെ ആ സമയത്ത് വളരെ ശാന്തതയോടെ നിൽക്കുവാൻ വേണ്ടി, കേട്ടുകൊണ്ട് നിൽക്കുവാൻ വേണ്ടി, കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാനുള്ള ഒരു 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 ഞങ്ങളെ തന്നെ ദേഷ്യപ്പെടാതെ നിയന്ത്രിച്ച് നിൽക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നൽകിയത് ഞാനിപ്പോ ഓർക്കുകയാണ്. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-9 വാക്യത്തില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവിലാത്തൻ ക്രിസ്തുവിനുള്ളവരല്ല. നമ്മൾ ഓരോരുത്തരും ആത്മീയരായിട്ട് മാറണമെങ്കിൽ, നമ്മളോരുത്തർ ആത്മീയരായി മാറിയെങ്കിൽ മാത്രമാണ് സ്വർഗത്തിന്റെ വഴിയെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കുള്ളൂ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജഡികരായി മാറാതെ ആത്മീയരായി മാറണമെങ്കിൽ ഈ ആത്മാവ് നമ്മളിൽ നിറയണം. കത്തോലിക്ക സഭയുടെ മോദനഗ്രന്ഥം CCC, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്, അതിന്റെ 152 ഖണ്ഡികയിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഒരുവൻ സാധ്യമല്ല. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദനാകാതെ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന കാരണം അവിടുന്ന് ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ഏക ദൈവത്തിലുള്ള തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൽ സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും തന്നെയാണ് സഭ. അപ്പൊ നമ്മൾ നിരന്തരം ഈ വിശ്വാസം ഏറ്റുപറയാനായിട്ട് സാധിക്കണം. യേശു ദൈവമാണ്, യേശു കർത്താവാണെന്നുള്ള വിശ്വാസം സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ നമുക്ക് സാധിക്കില്ല എന്ന സഭയും നമ്മളെ വീണ്ടും ഓർമ്മിക്കുന്നു. മതബന്ധം അതിന്റെ ജോഷ്യത്തിന് എത്തിയിട്ടുണ്ട്. അച്ഛന് കുർബാന ചെല്ലേണ്ടതാണോ എന്ന് അറിയില്ല. അങ്ങനെ അച്ഛൻ കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തോ ജിനി. വീണ്ടും അത് തന്നെയാണ് 653 ഖണ്ഡികയിൽ വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്. യേശു ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാനാകണമെങ്കിൽ, യേശുവിന്റെ രക്ഷ നമുക്ക് സ്വീകരിക്കാനാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം വിശ്വാസത്തിന്റെ ഈ അറിവ്, നമുക്കുള്ള വിശ്വാസത്തിന്റെ ആഴം അതിലാണ്. യേശു ക്രിസ്തുവിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ രക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ ഉദ്ധാനത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ, ഇത് നമുക്ക് സ്വീകരിക്കാനാകണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് വീണ്ടും സഭ നമ്മൾ ഓർപ്പിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ജ്വലിക്കാൻ വേണ്ടി മാമോദിസയിലൂടെ നമ്മൾ സ്വീകരിച്ചാണ്, സ്ഥൈര്യരൂപത്തിൽ നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ഇനി നമ്മൾ ഈ പരിശുദ്ധാത്മാവ് നിരന്തരം ജ്വലിക്കുക ചെയ്യേണ്ടത്, ഉജ്ജ്വലിപ്പിക്കണം പരിശുദ്ധാത്മാവിനെ നമ്മൾ നിരന്തരം. അതിനായിട്ട് ആകണമെങ്കിൽ നമുക്ക് ആഴമേറിയ പശ്ചാത്താപം, ഒന്നാമത്തെ ഒരു കാര്യം പശ്ചാത്താപം ഉണ്ടാകണം എന്നുള്ളതാണ് സഭ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നു, പത്രോസ്, നമ്മൾ നേരത്തെ കണ്ട വാക്യം തന്നെയാ, പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചന എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആഴമേറിയ പശ്ചാത്താപം നമുക്ക് ആവശ്യമാണ്. പാപബോധം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ 16-ാമത്തെ അധ്യായം, യോഹന്നാന്റെ 16-ാമത്തെ അധ്യായം 10-ാമത്തെ 8, 9, 10 വാക്യങ്ങളിലൊക്കെ ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ വരുമ്പോൾ പാപത്തെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. പാപബോധം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പാപബോധം ഉണ്ടാകാനാണ് നമുക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത്. തെറ്റ് ചെയ്തു പോയല്ലോ ദൈവമേ, അങ്ങക്കെതിരെ തെറ്റ് ചെയ്തു പോയല്ലോ, സഹോദരങ്ങൾക്കെതിരെ തെറ്റ് ചെയ്തു പോയുള്ള വലിയ പശ്ചാത്താപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാകുന്നത്. ആഴമേറിയ പശ്ചാത്താപത്തിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉജ്ജ്വലിക്കും. നമ്മൾ ഓരോ കുമ്പസാരം കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം വലിയതായിട്ട് സംഭവിക്കുന്നത്. വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർ പറയുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാനൊക്കെ സാധിക്കും, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ആഴമേറിയ പശ്ചാത്താപം നമുക്കുണ്ടാകണം. രണ്ടാമത് ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണം, പിതാവേ പരിശുദ്ധാത്മാവിനെ വേണം. അതുകൊണ്ടല്ല ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കണം, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് അനുഭവിക്കാനായി സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. അവിടെ പറയുകയാണ്, റോമക്കാരെഴുതിയ 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് സമ്പത്ത് വർഷിക്കും. സ്വർഗത്തിന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ഉജ്ജ്വലിക്കും. നിരന്തരം വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കണം. ഒരു നിമിഷം പോലും അതിന് നമ്മൾ വിരാമം വരുത്തരുന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ ഓർപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞ് കവിഞ്ഞ് സജീവമായിക്കൊണ്ടേയിരിക്കും. നാലാമത്തെ ഒരു കാര്യം, കൈവയ്പ് വഴി. അവിടെ തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 4:14 പൗലോസ് നമ്മൾ ഓർപ്പിക്കുന്നു, പ്രവചന പ്രകാരവും
സഭാശ്രേഷ്ഠന്മാരുടെ കൈവയ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. വീണ്ടും തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനത്തില് 1:6 പറയുന്നു, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ സ്മരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാമോദിസ സ്വീകരിച്ച, എന്നാൽ ആ പരിശുദ്ധാത്മാവിനെ നിരന്തര കൈവയ്പിലൂടെ നാം ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിപ്പോ ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ധ്യാനത്തിനോ അല്ലെങ്കിൽ പ്രോഗ്രാമിനോ ഒക്കെ പോകുമ്പോൾ ഇടവ് വികാരി അച്ഛൻ്റെ അടുത്ത് നിന്ന് കൈവയ്പിലൂടെ ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കും. വീണ്ടും കുടുംബങ്ങളിൽ വെച്ച് കുടുംബ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ പരസ്പരം ഭാര്യ ഭർത്താവിന്റെയും മക്കളുടെ അല്ലെങ്കിൽ പരസ്പരം മക്കളുടെ ഒക്കെ തലയിൽ കൈവച്ച് ഈ പരിശുദ്ധാത്മ ഉജ്ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ ഞാനൊക്കെ ചെയ്യുന്ന കാരണം ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് മുട്ടുകുത്തും, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ ഇടവയിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെല്ലുമ്പോൾ, ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വികാരിച്ചനോടും അതുപോലെ തന്നെ ഷീച്ചാനോടും ഷിപ്ചാനോടൊക്കെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും. കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉജ്ജ്വലിച്ചെങ്കിൽ മാത്രമാണ്, ആ പരിശുദ്ധാത്മാവിലൂടെ പ്രഘോഷിക്കപ്പെട്ടെങ്കിൽ മാത്രമാണ് സുവിശേഷം മുന്നോട്ട് ഏറ്റവും ഫലപ്രദമാവുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകരപ്പെടുകയുള്ളൂ. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെന്നിടത്തൊക്കെ പരിശുദ്ധാത്മാവ് നിറയുന്ന നമുക്കാനായിട്ട് സാധിക്കും. പന്തക്കോസ്ത് അത് തന്നെ സംഭവിച്ചു. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലാണ് സ്ത്രീകന്മാരിൽ നിന്ന് പ്രാർത്ഥിച്ചത്. അവിടെയും പരിശുദ്ധാത്മാവ് നിറയുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് ഔസേപിതാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ ദൈവത്തിന്റെ ആ രഹസ്യം, ദൈവിക രഹസ്യം ഔസേപിതാവിന് മനസ്സിലായത്. അപ്പോൾ ആ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. അപ്പോൾ കൈവയ്പിലൂടെ ഈ ഒരു വരത്തെ അല്ലെങ്കിൽ ആ കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലരുടെ 19:6 നാം കാണുന്നു, പൗലോസ് അവരുടെ മേൽ കൈവൽ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പരിശുദ്ധാത്മാവ് പൗലോസിന്റെ കൈവയ്പിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് നിറയുന്നതും അവർ ആ സ്ത്രീകന്മാർ എങ്ങനെയാണോ പ്രഘോഷിച്ചത് അതുപോലെ തന്നെ പ്രഘോഷിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. അവിടെ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37 മുതൽ 39 വാക്യങ്ങൾ പറയാണ്, തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞ് തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. യേശുവിൽ വിശ്വസിക്കുന്നിരിക്കുന്നവർ സ്വീകരിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈശോ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും യേശുവിൽ വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുന്നു, നമ്മളിൽ സജീവമാകുന്നു. ഓരോ പ്രാവശ്യം ആ രക്ഷ നമ്മൾ ഏറ്റുപറയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളിൽ പരിശുദ്ധാത്മാവ് സജീവമാവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആഗ്രഹം എത്രമുണ്ടോ അത്രമാത്രം ആഗ്രഹത്തോടെ നാം അത് സ്വീകരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ രാവിലെ ആണെങ്കിൽ പോലും അടച്ചിട്ട മുറിയിലിരിക്കണം, സൗണ്ട് പുറത്ത് പോകാതിരിക്കാനൊക്കെ ആയിട്ടും പുറമേ സൗണ്ട് വരാതിരിക്കണം. അപ്പൊ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വയർക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ എനിക്ക് നല്ല ദാഹം തോന്നുന്നുണ്ട്. എത്രമാത്രം ദാഹം ഉണ്ടോ അത്രമാത്രം ഞാൻ വെള്ളം കുടിക്കും എന്ന് പറയാതെ അതിനേക്കാൾ ഉപരി നമ്മുടെ നിത്യജീവനെ കുറിച്ചും നമ്മുടെ ആത്മാവിനെ കുറിച്ചും ആത്മാവിന്റെ രക്ഷയെ കുറിച്ചുള്ള ദാഹം എത്രമാത്രം ഉണ്ടോ അത്രമാത്രം നമ്മൾ ആത്മാവിനാൽ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അത്രമാത്രം ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉജ്ജ്വലിക്കുകയും നിറയുകയും ചെയ്യുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മൾ ഓർപ്പിക്കുന്നു. തെസ്സലോനിക്കർക്ക് ലേഖനം 1-ാം ലേഖനത്തിൽ അതിന്റെ 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലും അതോടൊപ്പം എഫേസ്യർക്ക് എഴുതിയ 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിലും പൗലോസ് നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങൾ മുദ്രിതാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമ്മളെ ഓരോരുത്തരെയും യേശുവിന്റെ രക്ഷയുടെ അനുഭവത്തിലൂടെ നിരന്തരം നയിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ നമ്മളെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നാണ് പൗലോസ് നമ്മൾ ഓർപ്പിക്കുന്നത്. ഞാൻ ഓർക്കുന്നത് പെട്ടെന്നുള്ള ഒരു അനുഭവം ഓർക്കുകയാണ്. ഒരിക്കൽ കുറച്ച് വർഷം മുമ്പ് വേളാങ്കണിക്ക് പോകാൻ വേണ്ടി വീട്ടുകാരെല്ലാവരും തയ്യാറായി. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ചു. ആ പോകേണ്ട ദിവസമായി. പോകേണ്ട ദിവസമായപ്പോൾ ഞങ്ങളെല്ലാവരും പോകാൻ തയ്യാറായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ 2 മണിക്കൂർ മുമ്പേ ഇറങ്ങി, കാരണം നേരത്തെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാൻ വേണ്ടി. അപ്പൊ എന്റെ അപ്പച്ചന് അങ്ങനെ നിർബന്ധമുണ്ട്, നേരത്തെ പോകണം. അപ്പൊ അങ്ങനെ പോകാൻ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വീട്ടിൽ ഇറങ്ങുമ്പോൾ ഉള്ളിൽ നിന്ന് സ്വരം കേൾക്കാം, ടിക്കറ്റ് പരിശോധിക്കാൻ. ഞാൻ പറഞ്ഞു കൺഫേം ടിക്കറ്റ് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ച് ആ സ്വരത്തോട് മർദ്ദലിച്ച് പറഞ്ഞു. വീണ്ടും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴും ഈ സ്വരം വീണ്ടും കേൾക്കുകയാണ്, ടിക്കറ്റ് പരിശോധിക്കാൻ. ഞാൻ പറഞ്ഞു കൺഫേം ടിക്കറ്റ് പരിശോധിക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിപ്പോയി. വീണ്ടും വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ സമയമൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പ്രാവശ്യം, പക്ഷെ പരിശോധിച്ചില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, ഞങ്ങൾ യാത്ര തുടങ്ങി. പിറ്റേ ദിവസം ചക്കർ വന്നു, ടിക്കറ്റ് പരിശോധിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ സ്ക്വാഡ് വന്നു, ടിക്കറ്റ് വീണ്ടും ചോദിച്ചു, കൊടുത്തു. എന്നോട് പറഞ്ഞു 2000 ചില്ലാനം രൂപ, 2500 അടുത്തുള്ള തുകയാണ്, പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ടിക്കറ്റിന് പുറകിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ആ ടിക്കറ്റുമായി സഞ്ചരിക്കുന്ന
ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ടിക്കറ്റിൽ ആരുടെയൊക്കെ പേരുണ്ടോ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒറിജിനൽ ഐ ഡി കാർഡ് ഉണ്ടാവണം. അപ്പൊ ആ നിയമം വന്നത് എനിക്കറിയില്ലായിരുന്നു. അതിക്ക് മുമ്പ് ഒത്തിരി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. ഇവിടെ വരെ എന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ പേഴ്സണൽ പ്രയറിനായിട്ട് ബർത്തിന്റെ മുകളിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു, മോനെ ഞാൻ നിന്നെ 2 പ്രാവശ്യം ഓർപ്പിച്ചതാ ആ ടിക്കറ്റ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. നീ പറഞ്ഞു വേണ്ട, കൺഫേം ടിക്കറ്റ് എന്ന് പറയും. നീ ഉറപ്പിച്ചു, നിന്റെ വിശ്വാസത്തിൽ നീ മുന്നോട്ട് പോയി. എന്ത് സംഭവിച്ചു? പേടിക്കാൻ. അപ്പോൾ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരു നിമിഷം അങ്ങോട്ട് മാറ്റി നിർത്തുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ കേൾക്കാൻ ഞാൻ മനസ്സ് കാണിച്ചില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്നേഹത്തോടെ എന്റെ അടുത്തേക്ക് വരികയാണ് വേണ്ടി ചെയ്തത്. അപ്പോൾ ആത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുകയോ നിർവീര്യമാക്കുകയോ ചെയ്യരുതെന്ന് സഭ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ നമ്മൾ ഓർപ്പിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ കണ്ട വചനം കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങൾ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, നിരന്തരം ഉജ്ജ്വലിപ്പിക്കുക ചെയ്യേണ്ടത്. സ്നേഹത്തോടെ ഉജ്ജ്വലിപ്പിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നിരന്തരം ചൊരിയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാതത്തിലും ഓരോ നിമിഷങ്ങളിലും ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മളോട് വീണ്ടും വചനം നമ്മൾ ഓർപ്പിക്കുന്നു, ദാഹിക്കുന്ന ജീവിതത്തിന്റെ ഉറവിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. സൗജന്യ ദാനമായി പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ഉജ്ജ്വലിപ്പിക്കുകയും വേണം. അങ്ങനെ മാത്രമേ സ്വർഗരാജ്യത്തിന്റെ വഴിയിലൂടെ ആ ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് നിരന്തരം നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. പരിശുദ്ധാത്മാവിനെ കൂടാതെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവായിട്ട് നിരന്തര സമ്പർക്കം നമുക്കുണ്ടാകണം. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുവാൻ വേണ്ടി, സജീവമാകാൻ വേണ്ടിയിട്ട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് നിരന്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.